പയ്യന്നൂരിൻ്റെ നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണനാണ് റിപ്പോർട്ടർ TVക്കൊപ്പം ഉള്ളത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതായിരുന്നു താങ്കളുടെ പുസ്തകത്തിൻ്റെ പേര്. അതാണോ പയ്യന്നൂർ സംഭവിച്ചത്? തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ തുടക്കം മുതൽ തന്നെ നിങ്ങളോടുൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പയ്യന്നൂരിലെ പാർട്ടി പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമുള്ളവരാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ എൻ്റെ കൂടെ വരാൻ സാധിക്കില്ലെങ്കിലും മാനസികമായി അവരെന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യം എനിക്ക് നല്ല നിലയിലുണ്ടായിരുന്നു. ഇപ്പോൾ നേതൃത്വത്തെ അണികൾ തിരുത്താൻ സന്നദ്ധമായിട്ടുണ്ട്. നേതൃത്വം തിരുത്തുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ താങ്കൾ ഇന്നലെയും പറഞ്ഞു, ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു മത്സരം എന്ന രീതിയിൽ, ഒരു നിലപാട് എന്ന രീതിയിലാണ് മത്സരിച്ചതെന്ന്. പക്ഷെ അപ്പോഴും ഒരു ജയം എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ലേ? തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല. കാരണം ഒരു മണ്ഡലത്തിൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, ആ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ആ ഭൂരിപക്ഷം മറികടന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു വരിക എന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം CPM-നകത്ത് ഉള്ള വലിയ നിലയിലുള്ള വോട്ട് ലഭിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ വിജയം. ഇപ്പോൾ UDF-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 44,000-ൽ താഴെയാണ്. അവിടെയാണ് 50,000 വോട്ടിൻ്റെ ലീഡ്. അപ്പോൾ ഈ 50,000 ലീഡിനെ മറികടന്ന് ഒരു ജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഒരു ആവേശം, ഒരു അനുകൂലമായ നിലപാട് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പോളിങ്ങിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം അത് ഒരു വിജയപ്രതീക്ഷ നൽകുന്നതായിരുന്നു. ആ സമയത്തും എങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്ന സംശയമായിരുന്നു. ഈ അടിയൊഴുക്ക് നമുക്ക് കൃത്യമായി അളക്കാൻ കഴിയില്ല, അത് ആർക്കും അളക്കാൻ കഴിയില്ല. അത് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ ഒരു പ്രതീക്ഷ പോളിങ്ങിന് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പാർട്ടി കോട്ടകളിൽ പോലും കയറി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ ബൂത്ത്, ഓരോ റൗണ്ട് വോട്ടെണ്ണുമ്പോഴും അത് വ്യക്തമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം 7,000 ലീഡുള്ളതായിരുന്നു, അത് ആദ്യം തന്നെ 3,000-ലേക്ക് വരുന്നു. അങ്ങനെ അപ്പം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു കുഞ്ഞികൃഷ്ണന്? ഒന്നാം റൗണ്ടിൽ തന്നെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. കരിവള്ളൂർ പേരളം പഞ്ചായത്താണ് 1 മുതലുള്ള ബൂത്ത് ആരംഭിക്കുന്നത്. 14 ടേബിൾ എണ്ണിയപ്പോൾ എനിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ആ ട്രെൻഡ് 14 റൗണ്ട് എണ്ണുന്നത് വരെയും തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ 1-ാം റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ എന്താണ് അവസ്ഥ, ഈ അടിയൊഴുക്ക് എങ്ങനെയുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ആ ഒരു ധാരണക്കനുസരിച്ച് തന്നെ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊരു CPM-ൻ്റെ ഒരു അമിത ആത്മവിശ്വാസത്തിന് ഏറ്റൊരു അടി കൂടിയാണോ? പയ്യന്നൂർ ഒരിക്കലും ഇളകില്ല എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അല്ല, അത് പ്രതീക്ഷയല്ല, അത് യാഥാർത്ഥ്യമാണ്. കാരണം ഇതിനു മുമ്പ് ഉള്ള പയ്യന്നൂരിൻ്റെ അവസ്ഥ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് നിന്നാലും CPM-നെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അത്രത്തോളം ശക്തി CPM-ന് പയ്യന്നൂരിലുണ്ട്. നിരവധി രക്തസാക്ഷികൾ, അതുപോലെ തന്നെ പോരാട്ടങ്ങളുടെ അനുഭവങ്ങൾ, ഇതൊക്കെയുള്ളതാണ് പയ്യന്നൂരിലെ പാർട്ടി. ആ നിലയിൽ വലിയ വിഭാഗം ജനങ്ങൾ പാർട്ടിയുടെ പിന്നിൽ അണിനിരുന്ന ഒരു പ്രദേശം, ഒറ്റക്ക് നിന്നാൽ പോലും, ബാക്കിയുള്ളവരെല്ലാം ഒന്നിച്ച് നിന്നാൽ പോലും ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. ഇത് ഈ ഒരു വിധി എന്നുള്ളത് അത് TI മധുസൂദനെതിരെയുള്ളൊരു വിധിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ അതങ്ങനെ നിലനിന്ന് പോകുന്നൊരു ഫലമായി മാറുമോ പയ്യന്നൂരിലെ ഈ വിധി? അല്ല, TI മധുസൂദനെതിരായിട്ടുള്ള വിധിയാണെന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോഴും അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ളൊരു വിധി കൂടിയാണ്. പാർട്ടി നേതൃത്വം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ജനങ്ങൾ നൽകിയ, ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് നൽകിയതുപോലെ തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പയ്യന്നൂരിലെ പാർട്ടി അനുഭാവികളും പാർട്ടി മെമ്പർമാരും സന്നദ്ധമായിട്ടുണ്ട്. അതാണ് ഈ വിധി തെളിയിക്കുന്നത് എന്നത്. മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ്. അത് സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്, അതിലപ്പുറമൊന്നും നമ്മളതിനെ കണ്ടിട്ടേ ഇല്ല.
ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അൻവറൊക്കെ PV അൻവറൊക്കെ താങ്കളെ വന്ന് കണ്ടിരുന്നു. ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ളൊരു പാർട്ടി, ആ രീതിയിലുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ? ഇതുവരെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല. എന്തായാലും ഒരു സംഘടനാ രൂപമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ അത് സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. അതിൽ ഈ അസംതൃപ്തരായ ആൾക്കാരെയൊക്കെ ഒന്നിച്ച് ചേർക്കാൻ കഴിയുമോ? താങ്കൾക്കിപ്പം ഒരുപാട് പേരെ അറിയുമായിരിക്കും. ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്, പക്ഷേ തുറന്നു പറയാൻ ഭയക്കുന്ന ചിലരെങ്കിലും. അല്ല, സംസ്ഥാന തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കൂടാതെ പയ്യന്നൂരിലൊരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തുടർന്ന് സംസ്ഥാനത്ത് എന്ത് എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പലരും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനത്തിൽ ഇപ്പോഴെത്തിയിട്ടില്ല. ഭാവിയിൽ അത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ MLA ആണ്. MLA ആവണം, സത്യപ്രതിജ്ഞ ചെയ്യണം. നിയുക്ത MLA. ഏതായാലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ ആദ്യം പറയുമ്പോൾ, പക്ഷേ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു പ്രതീക്ഷ, അത് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന് കൃത്യമായി പ്രവചിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പയ്യന്നൂർ എന്ന പാർട്ടി കോട്ടയിൽ വിജയിച്ചു കയറാൻ V കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.